എല്ലാരും അടിച്ചു കയറി വാ. ഞാൻ എന്തിനു ഒളിച്ച് താമസിക്കണം? അങ്ങ് അകത്ത് കയറിയാ പിന്നെ ഇറങ്ങാൻ പ്രയാസമാണ്. ഞാൻ എവിടെ പോയി ഒളിച്ച് താമസിക്കും? കലൂർ സ്റ്റേഡിയത്തിൽ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക്. ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഈ നാടും മടുത്തു. ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ. ആ കെട്ട് അങ്ങ് കുണ്ടാങ്കട വെച്ച് നഴിച്ചാൽ മതി. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു. നാട് നിറച്ച് കള്ളന്മാരാ, എന്താ ചെയ്യാ? സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസ് അപകടത്തിൽ GCDAക്ക് വിശദീകരണം തേടി നോട്ടീസും നൽകി. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ അങ്ങ് വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു. ഒരു കയ്യബദ്ധം, സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലായിരുന്നു പോലീസ്. ഇത് പുലിവാലാവുമെന്നാ തോന്നുന്നേ. ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും എത്ര നാൾ ജീവിക്കും? എടാ, നമ്മളിപ്പോ രാജാക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത്? എന്നാൽ മൊഴി രേഖപ്പെടുത്തും മുൻപേ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. അല്ല, നിങ്ങൾ പോക്കോ സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ്. ആദ്യം ആത്മരക്ഷ. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ ദിവ്യ ഉണ്ണിയെ വിളിപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അപ്പൊ ഇത്രയും കാലത്ത് ഞങ്ങളൊക്കെ വിട്ടുകളാക്കരുത്. ദിവ്യ ഉണ്ണിയിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുന്ന നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാകും. എത്ര പ്രയാസപ്പെട്ട 10 പേരെ ഒപ്പിച്ചെന്നറിയോ? നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. GCDAയുടെ നിബന്ധനകൾ പാലിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃദംഗവിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. എന്റെ കാര്യത്തിന്റെ വകുപ്പുണ്ടോ നോക്ക്. നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നികോഷ് കുമാർ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഒന്നും ചെയ്യാനില്ല, അവള് മുങ്ങിയതുപോലെ മുങ്ങണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.